മീഡിയ വണ്ണിനെ സംബന്ധിച്ച് ഏറെ ആത്മാഭിമാനത്തിൻ്റെ ഒരു ദിവസമാണ് ഇന്ന്. ഭരണകൂട വിലക്കിനെതിരെ പോരാടി വിജയം കണ്ടതിൻ്റെ 1-ാം വാർഷികമാണ് ഇന്ന്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം മീഡിയ വൺ എഡിറ്ററോട് തന്നെയാണ്. ഞാനൊന്ന് ഫേസ്ബുക്കിലും മെമ്മറീസ് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ കണ്ടത് നീതി പുലരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് സാറും നമ്മൾ വിലക്ക് വന്ന ദിവസം പറഞ്ഞൊരു ആ വാർത്ത വായിച്ച സമയത്തൊരു സംഭാഷണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മീഡിയ വൺ സംപ്രേഷണം പുനരാരംഭിക്കുന്നു എന്ന് പറഞ്ഞ അപ്പോൾ അതിലേക്കുള്ളൊരു വലിയ യാത്രയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ നിമിഷത്തെ ഇവിടെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? അതിൻ്റെ 1-ാം വാർഷികം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 2 വശങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, അത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എന്തായി മാറി, സ്ഥാപനം അതിനെ എങ്ങനെ നേരിട്ടു എന്നുള്ള ഒരു വശം. 2, അതിലൂടെ നമ്മൾ സമ്പാദിച്ച ആ വിധി ഇന്ത്യക്ക് എന്താണ് നൽകുന്നത്. ഇപ്പോൾ ഈ സ്ഥാപനം അത് നേരിട്ട കാര്യം ഇപ്പോൾ നമ്മൾ പല ആവർത്തിയും നമ്മളത് പലയിടത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത കാര്യമാണ്. കാരണം എംപ്ലോയീസ്, മാനേജ്മെൻറ്റ് മുതൽ ഏറ്റവും താഴേക്കടയിലുള്ള ജീവനക്കാരൻ വരെ അല്ലെങ്കിൽ ജീവനക്കാരി വരെ ഒന്നിച്ചു നിന്ന് അതിനെ ഫേസ് ചെയ്തു. ഒരർത്ഥത്തിലും ഒരിക്കലും ഒരു ആശങ്കയോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ ആർക്കും ഇല്ലാത്ത വിധത്തിൽ ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ പുറത്ത് വന്നൊരു ഒരു വിലക്കാണ്. അതിനെ നമ്മൾ നേരിട്ടേ മതിയാവുള്ളൂ. വിശദീകരിക്കേണ്ടത് വിശദീകരിച്ചും അതുപോലെ തന്നെ നേരിടാനുള്ളത്, നിയമപരമായി നേരിടാനുള്ളത് നേരിട്ടും തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു സ്ഥാപനത്തിലും ഒരു മാധ്യമ സ്ഥാപനത്തിലും അങ്ങനെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നോട് അതിനുശേഷം ധാരാളം മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും അതുപോലെ തന്നെ ഒക്കെ തന്നെ വന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്, ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അത്ഭുതത്തോട് ചോദിച്ച ചോദ്യമാണ്, എങ്ങനെയാണ് ഇത്രയും പേരെ ഇതിനകത്ത് കൂട്ടായി പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് എന്നത്. സ്വാഭാവികമായിട്ടും അത് ആരുടെയും ഒരാളുടെ കഴിവൊന്നുമല്ല, ഒരു ടീമിൻ്റെ അത് ഉൾക്കൊള്ളുന്ന അവരുടേതായിട്ടുള്ള ആ കാഴ്ചപ്പാടിൻ്റെയും കൂടി ഭാഗമാണ്. നമ്മളുടെ ടീം എന്ന് പറയുന്നത് കൃത്യമായ ഒരു ധാരണയുണ്ട്, എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. മാനേജ്മെൻറ്റ് അതേ നിമിഷം തന്നെ അത് വിശദീകരിക്കുകയും ചെയ്തു. ആരും ഒട്ടും തന്നെ അതിനകത്ത് ചകിതരാവേണ്ടതില്ല, നമ്മളിത് നേരിടും എന്നുള്ള കാര്യം. എനിക്കും ആ പൂർണ്ണമായ ഉറപ്പ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒരു ടീം ലീഡർ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ പൂർണ്ണമായ ഉറപ്പ് മാത്രമല്ല, സർവ്വഥാ മാനേജ്മെൻറ്റിൻ്റെ പിന്തുണയും. പിന്നെ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ നേരിടേണ്ടത് രാഷ്ട്രീയമായി, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയൊന്നും അല്ല. പിന്നെ ആ നിലയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിയമപരമായി തന്നെ നേരിടുക എന്നതാണ്. കാരണം ഭരണഘടനയിലുള്ള വിശ്വാസത്തോടു കൂടി അതിനെ നേരിടുക എന്നുള്ളത്, അതിനുവേണ്ടി ജനാധിപത്യപരമായി എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള തൊട്ടടുത്ത നിമിഷം നമ്മൾ ആ സ്റ്റെപ്പ് ആരംഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ കേരളീയ സമൂഹത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ച പിന്തുണ നമ്മളെ കുറെ കൂടി ഊർജ്ജമുള്ളവരാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അത് മാധ്യമപ്രവർത്തക സമൂഹത്തിൽ നിന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ, രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന്, അതുപോലെ തന്നെ സാംസ്കാരിക വൃത്തങ്ങളിൽ നിന്ന് എല്ലാം തന്നെ നമുക്ക് കിട്ടിയ ആ പിന്തുണ, അത് കേരളത്തിന് മാത്രം നൽകാൻ കഴിയുന്ന ഒരു പിന്തുണയാണ്. അത് യാതൊരു സംശയവുമില്ല. അത് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ താങ്ങി നിർത്തിയ ഒരു ഘടകമാണ്. അവരോട് എല്ലാവരോടും നമുക്ക് ഒരു നന്ദി പറയുകയും അല്ലെങ്കിൽ ആ സ്നേഹം പുതുക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണെന്ന് ഞാൻ കരുതുന്നു. ഒരു വശത്ത് ഇതാണ് രേഷ്മ, നമ്മൾ സ്ഥാപനം എന്ന നിലയിൽ നമ്മളതിനെ നേരിട്ട്. രണ്ടാമത്തെ ഒരു വശം എന്ന് പറഞ്ഞാൽ ഫൈനലി നമ്മൾ സമ്പാദിച്ച ഈ വിധി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പ്രസക്തി, അതും പല ആവർത്തി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ 2-3 ഘടകങ്ങൾ ഒരുപക്ഷെ എല്ലാവരും എടുത്തു പറയുന്ന കാര്യമാണ്. ഒന്ന്, മാധ്യമധർമ്മത്തെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞ കാര്യം. അതായത് സർക്കാരിനെ വിമർശിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി അല്ല എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വരി എന്ന് പറയുന്നത് ടു ക്രിട്ടിസൈസ് ഗവൺമെൻറ് പോളിസീസ് not in any stretch of imagination can be a ground for the stipulations under 19(2)A എന്ന് പറഞ്ഞാൽ മാധ്യമ ധർമ്മത്തിന് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപാധികൾ വിവരിക്കുന്ന 19(2) എന്ന് പറയുന്ന ആർട്ടിക്കിൾ, ഭരണഘടനയിലെ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലും പെടുന്നതല്ല ഗവൺമെൻറ്റിനെ വിമർശിക്കുക എന്നത്. അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ള വിധിയാണ്. ആ നിലയ്ക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തെയും മാധ്യമധർമ്മത്തെയും, കാരണം ഗവൺമെൻറ്റിനെ വിമർശിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മാധ്യമധർമ്മം എന്നുകൂടി അടിവരയിട്ട് പറയുന്നുണ്ട് സുപ്രീം കോടതി. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്, ഈ സീൽഡ് കവറിൽ കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നതിലെ അനീതി, സ്വാഭാവിക നീതിയുടെ ലംഘനം, അത് വളരെ കൃത്യമായി, മാത്രമല്ല അത് ആ കേസ് വരുന്ന സമയത്ത് തന്നെ, അതിൻ്റെ വിചാരണ സമയത്തോ അതിനു മുമ്പ് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട്, ജസ്റ്റിസ് ചന്ദ്രയോട് പറയുന്നുണ്ട്, ഈ വിധിയിലൂടെ ഈ രഹസ്യ കവറിൽ
പിന്നെ വിവരങ്ങൾ അറിയിക്കുന്ന ആ നടപടിയോടുള്ള ഒരു സമീപനം കോടതി വ്യക്തമാക്കും എന്ന് പറയുന്നുണ്ട്. അത് അതിലൂടെ പുറത്തു വന്നു എന്നുള്ളതാണ്. അത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഏത് തരത്തിലുള്ള ഇപ്പോൾ മനുഷ്യാവകാശ ലംഘന കേസുകളാവട്ടെ, ഇതുപോലെ പിന്നെ സ്വാതന്ത്ര്യ നിഷേധത്തിൻ്റെ കേസുകളാകട്ടെ, അത്തരത്തിലുള്ള എല്ലാ കേസുകളിലും നമ്മളെ എന്തിന് നിരോധിച്ചു എന്നത് നമ്മൾ അറിയാതെയാണ് നമ്മൾ വിചാരണയ്ക്ക് മുമ്പിൽ എത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഈ കേസ് ഡിഫെൻഡ് ചെയ്യാൻ എത്തേണ്ടത് എന്നതാണ് സുപ്രീം കോടതി അതിൽ കാണുന്ന ഏറ്റവും വലിയൊരു അനീതി. അത് കടുത്ത അനീതിയാണെന്ന് കണ്ടെത്തുകയും അതിൽ ഒരു കൃത്യമായൊരു നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേശീയ സുരക്ഷ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സുപ്രീം കോടതി ഇതിലൂടെ വിശദമാക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമീപനം സുപ്രീം കോടതി എടുക്കുന്നത്. ദേശസുരക്ഷ എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. എളുപ്പത്തിൽ എന്തൊക്കെ ഘടകങ്ങൾ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട് വരാം എന്നുള്ളത് ആലോചിക്കണം. മാത്രമല്ല അന്തിമമായി അത് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു കാര്യമായി മാറുകയും അരുത് എന്നുള്ളതാണ്. അത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിക്കൊണ്ട് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. എക്സെപ്റ്റ് ഫോർ സം കേസസ്. എങ്ങനെയുള്ള കേസുകളാണ് അതീവ പിന്നെ പ്രാധാന്യമുള്ള, നമ്മുടെ ദേശസുരക്ഷയെ നേരിട്ട് ബാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള, അത് ആർക്കാണ് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എല്ലാവർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവും. അത്തരം കേസുകളിൽ ഒഴികെയുള്ള കേസുകളിൽ ഇത് ബാധകമാവരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ പറയുന്നത് ഇപ്പം മീഡിയ 1 എന്ന് നമ്മൾ പറഞ്ഞത് തന്നെ മാധ്യമങ്ങളെല്ലാം വിജയിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അത് ഒരു വശത്ത് അങ്ങനെ തന്നെ ആയിരിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് അത് മാധ്യമങ്ങൾ മാത്രമല്ല അതിലൂടെ വിജയിക്കുന്നത്, ഓരോ വ്യക്തിയുമാണ്, ഇന്ത്യയിലെ ഓരോ പൗരനുമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താ വെച്ചാൽ സുപ്രീം കോടതി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മളെ വിലക്കാൻ വേണ്ടി ചില റിപ്പോർട്ടുകൾ, അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണല്ലോ ഈ സീൽഡ് കവറിൽ യഥാർത്ഥത്തിൽ അവസാനം സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി ഫൈനലി അത് ഓപ്പൺ ചെയ്ത് അത് വിധി പ്രസ്താവത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായിരുന്നു കാര്യം. അപ്പോൾ കോടതി കണ്ടെത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് ഒരിക്കലും അന്തിമമാവരുത്. അത് ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട്സ് അല്ല. അതിലൂടെ അവർ ചില നിഗമനങ്ങളിലേക്ക് കൂടി എത്തുന്നുണ്ട്. ആ നിഗമനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതിരുന്നാൽ അത് സർക്കാരുകൾക്ക് ഈ വ്യക്തിക്കെതിരെയോ സ്ഥാപനങ്ങൾക്കെതിരെയോ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധങ്ങളായി മാറും. അതുകൊണ്ട് ഒരു കാരണവശാലും അത് അന്തിമമാണെന്ന് പറയാൻ കഴിയില്ല, അത്തരമൊരു സമീപനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇതില്ലായിരുന്നുവെങ്കിൽ, ഞാൻ പറയുന്നത് നമ്മുടെ വിധിയിൽ ഇത് അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ടുള്ള വിധിയായിരുന്നു ഇത് മാറിയിരുന്നെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ മാറിയിരുന്നെങ്കിൽ സർക്കാരിൻ്റെ ഈ സമീപനം അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുക. അതായത് ഒരു വ്യക്തിക്കെതിരെ, ഇപ്പോൾ കോടതി പറയുന്നത് വെച്ചാൽ വ്യക്തികളും ഭരണകൂടവും തമ്മിലുള്ള ഇടപാടുകൾ വളരെയധികം കൂടിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് മെനി റീസൺസ്. അപ്പോൾ അങ്ങനെ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ വ്യക്തിയെക്കുറിച്ച് പിന്നെ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നു. അത് IB ആവട്ടെ CBI ആവട്ടെ, ഇങ്ങനെയുള്ള അന്വേഷണ ഏജൻസി അന്വേഷിച്ചിട്ട് കണ്ടെത്തി കൊണ്ടുവരുന്ന ഒരു കടലാസിൽ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അന്തിമമാണ് എന്ന്, അല്ലെങ്കിൽ അത് പരിശുദ്ധമാണ് എന്ന് കരുതുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ മാത്രം ഒരു വ്യക്തിയെ വിലക്കാം, ഒരു വ്യക്തിയുടെ ജീവിതം ഇല്ലാതാക്കാം, അയാളെ പിടിച്ച് ജയിലിലിടാം, അയാളുടെ സ്വാതന്ത്ര്യം എന്നേക്കുമായി അവസാനിപ്പിക്കാം. അതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ കൂടി സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ കാരണമായിട്ടുണ്ട്. ഈ നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ വരുംകാലത്ത് അത്തരം എല്ലാ കേസുകളും, മനുഷ്യാവകാശ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ സമാനമായ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ ജയിലിലടക്കപ്പെടുന്ന ആളുകൾക്കായാലും ഒക്കെ തന്നെ ഈ വിധിയിലെ ആ നിരീക്ഷണങ്ങൾ ഏറ്റവും അധികം ഗുണം ചെയ്യും. അതുകൊണ്ട് കേവലമായി പ്രവർത്തന സ്വാതന്ത്ര്യത്തെ അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു വിധി മാത്രമല്ല, ഇന്ത്യൻ ജീവിതത്തെ തന്നെ ഒരു അതിര് വരെ അല്ലെങ്കിൽ ഒരു അളവ് വരെ ഉയർത്തിപ്പിടിക്കുന്ന, സ്വാതന്ത്ര്യത്തെയും കൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയാണത്. യെസ്. ഈ ചരിത്രപരമായ വിധിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിൽ പിന്നെ ഈ വിധിയെക്കുറിച്ച് നമ്മളൊരു ഈ വിധിയുടെ വിവിധ വശങ്ങൾ ഇതാക്കുന്നൊരു പുസ്തകം ഞാനിത് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. പ്രസ് ഫ്രീഡം അൺസീൽഡ് എന്ന് പറഞ്ഞിട്ട് 610 പേജുള്ള സാമാന്യം വലിയൊരു പുസ്തകമാണ്. നമ്മുടെ മീഡിയ വൺ ഓൺലൈനിൽ പോയാൽ ഇത് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയ വൺ കേസിലെ സുപ്രീം കോടതി വിധി അതിന് നേരത്തെ സാറ് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട്, പിന്നെ രാഷ്ട്രീയമായ വശങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വശങ്ങളുണ്ട്. ഈ വശങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് പ്രതിപാദിക്കുന്ന നിരവധി പണ്ഡിതോചിതമായിട്ടുള്ള ലേഖനങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അതിലേറ്റവും ഈ ഇദ്ദേഹത്തിൻ്റെ ദുഷ്യന്ത് ദവെയുടെ, നമ്മുടെ വക്കീൽ തന്നെയായിരുന്നു ദുഷ്യന്ത് ദവെയുടെ ലേഖനം മീഡിയ വൺ വേർഡിക്റ്റ് വിൽ എംപവർ ദ സിറ്റിസൺ എന്നാണിപ്പോൾ പ്രമോദ് സാർ പറഞ്ഞത്. വിൽ എംപവർ ദ സിറ്റിസൺ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിധി ഒരു പൗരൻ, ഇന്ത്യയിലെ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിലെ ഒരു പൗരൻ്റെ
പൗരൻ എന്നുള്ള നിലയ്ക്ക് അവകാശങ്ങൾ അതിനെ ഫോർട്ടിഫൈ ചെയ്യുന്ന, അതിന് കൂടുതൽ ശക്തിയും സാധ്യതയും നൽകുന്ന ഒരു വിധി എന്നുള്ളതാണ് മീഡിയ വൺ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് ദുഷ്യന്ത അതിനെക്കുറിച്ച് പറയുന്നത്. എൻ റാമും അമിത് ബർവയും അവർ ഈ വിധിയെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്ന ദീർഘമായിട്ടുള്ള അവർ തമ്മിലുള്ള സംസാരമുണ്ട്. അത് നമ്മളെടുത്ത് കൊടുത്തിട്ടുണ്ട്. പ്രൊഫസർ ഉപേന്ദ്ര ബക്ഷി റീസ്ട്രക്ചറിങ് പ്രൊപ്പോർഷണാലിറ്റി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേസ് നടക്കുന്ന സമയത്ത് ദുഷ്യന്ത് ദവെ വാദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ നിരോധിക്കുന്നതിൻ്റെ ആധാരമായിട്ടുള്ള നിയമം എന്താണ്? കേബിൾ ടി വി റെഗുലേഷൻ ആക്ടാണ്. ഈ കേബിൾ ടി വി റെഗുലേഷൻ ആക്ടിൽ സർക്കാരിനൊരു അധികാരം കൊടുക്കുന്നുണ്ട്. എന്താണ്? ടെലിവിഷൻ ചാനലുകളുടെ മേൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ്, യുക്തിസഹമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള അധികാരം ആർക്കുണ്ട്? സർക്കാരിനുണ്ട്. അപ്പോൾ ആ ക്ലോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ നിരോധിക്കുന്നത്. അപ്പോൾ ദുഷ്യന്ത് ദവെ ഇതിൻ്റെ ഫസ്റ്റ് അപ്പിയറൻസ് തന്നെ അദ്ദേഹം കോടതിയിൽ പറഞ്ഞ കാര്യമുണ്ട്. സർ, ദിസ് ഈസ് നീദർ റീസണബിൾ നോർ റെസ്ട്രിക്ഷൻ. നിരോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റെസ്ട്രിക്ഷൻ അല്ലല്ലോ. യു ക്യാൻ കട്ട് ദ ബ്രാഞ്ചസ് ബട്ട് യു ആർ കട്ടിങ് ദ എൻറ്റയർ ട്രീ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു മണിക്കൂറേക്ക് സംരക്ഷണ വിലക്ക് ഏർപ്പെടുത്താം, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഏർപ്പെടുത്താം, 40 മണിക്കൂർ നേരത്തേക്ക് ഏർപ്പെടുത്താം, അല്ലെങ്കിൽ പെനാൽറ്റി അടിക്കാൻ, അല്ലെങ്കിൽ ഇന്ന കണ്ടൻറ്റ് റിമൂവ് ചെയ്യണം, ടേക്ക് ഡൗൺ ചെയ്യണമെന്ന് പറയാം, അപ്പോളജി രജിസ്റ്റർ ചെയ്യണമെന്ന് പറയാം. ഇതൊക്കെയാണ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? യു കട്ട് ദ എൻറ്റയർ ട്രീ. അതാണ്. അപ്പോൾ റീസണബിൾ റെസ്ട്രിക്ഷനാണ് സർക്കാർ, ഈ നിയമം ഗവൺമെൻറ്റിന് കൊടുക്കുന്ന അധികാരം. പക്ഷെ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്? ഒരു റീസണും ഇല്ലാതെ, റെസ്ട്രിക്റ്റ് ചെയ്യാതെ സമ്പൂർണ്ണമായി ഈ ചാനലിൻ്റെ പ്രവർത്തനം തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതെന്താണ്? നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്. ഏതളവിലാണ് നിങ്ങളൊരു നിയമം പ്രയോഗിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അത് പ്രൊപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾസിന് അടിമേൽ ഇല്ലാതാക്കിയിട്ടുള്ള ഒരു ഇതാണ് മീഡിയ നിരോധനം എന്ന് പറയുന്നത്. കാരണം ഒരു നോട്ടീസ് അയക്കുന്നു, തൊട്ടടുത്ത ആഴ്ച പിന്നെ ഷോക്കോസ് നോട്ടീസാണ് അയക്കുന്നത്. ഷോക്കോസ് നോട്ടീസ് നിങ്ങൾ ലൈസൻസ് റിന്യൂ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്? അത് നമുക്കെങ്ങനെയാണ് പറയാൻ പറ്റുക? അപ്പോൾ കടലാസ് വരും, തൊട്ടടുത്ത ആഴ്ച നിങ്ങൾ ഇനി പരിപാടി നിർത്തിക്കൊള്ളുന്ന അടുത്ത കടലാസ്. അതും ഒരു അണ്ടർ സെക്രട്ടറി, അത് മനസ്സിലാക്കണം. ഒരു മാധ്യമ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഇതാണ്. കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയോ അധികം മനുഷ്യരുടെ അധ്വാനമാണത്. അത് ഒരു അണ്ടർ സെക്രട്ടറി അയാളൊരു ഇൻഡാസ് അയക്കുകയാണ്. അടുത്ത ആഴ്ച വൈകുന്നേരം, ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി സമയത്താണ് നമുക്ക് കത്ത് കിട്ടുന്നത്. വൈകുന്നേരം പരിപാടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. വൈകുന്നേരം പരിപാടിയില്ല എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് കത്ത് കിട്ടുകയാണ്. എങ്ങനെ? 100 ചില്ലാൻ കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റുള്ളൊരു സ്ഥാപനം. ഇങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചു. അത് നമ്മുടെ ഇൻഡസ്ട്രിയെ തന്നെ എങ്ങനെ ബാധിക്കും? ഇതിൻ്റെ രാഷ്ട്രീയ മറ്റു കാര്യങ്ങളൊക്കെ വിട്ടേക്കും. ഒരു മെഴുകുതിരി കമ്പനി ഒരാൾ നടത്തുകയാണ്, അയാളോട് ഉച്ചയ്ക്ക് പറയുകയാണ് നിങ്ങൾ വൈകുന്നേരം കമ്പനി പൂട്ടണം എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന ആഘാതം എന്താണ്? അവിടെ മെഴുകുതിരി കമ്പനിയിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം, പക്ഷെ എന്നാൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇൻവെസ്റ്റർ ഉണ്ടാവും, അവിടെ തൊഴിൽ ചെയ്യുന്ന കുറച്ചധികം ആളുകളുണ്ടാവും, അവരുടെ കുടുംബങ്ങളുണ്ടാവും. ഇവരൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെയാണ് സ്ഥാപനങ്ങൾ നിർത്തലാക്കാൻ ഒരു സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും സ്ഥാപനം ആർക്കെങ്കിലും നടത്താൻ പറ്റില്ല. ഇതാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും. ഇതേതെങ്കിലും നിലയ്ക്കൊരു പൊല്യൂഷൻ ഉണ്ടാക്കും. ഇപ്പോൾ ഒരു എക്സ്പ്ലോസീവ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം വിചാരിക്കുക, സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്ന ലൈസൻസൊക്കെ ഉള്ളതാണ്, പക്ഷേ അത് സമൂഹത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണം. പെട്ടെന്ന് ഒരുപക്ഷെ സർക്കാരിന് ഇത് നിർത്തണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെന്ന് വെച്ചാൽ ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കമ്പനികളെ നിർത്താൻ എന്തോരം സമയം എടുക്കാറുണ്ട്, അതിന് എന്തോരം നടപടിക്രമങ്ങളുണ്ട്. ഇതൊന്നുമില്ല. ഇതെന്താണ്? വിവരം വിനിമയം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. സാറ്റലൈറ്റിലേക്ക് ഒരു വിവരം വിനിമയം ചെയ്യുന്ന സ്ഥാപനമാണ്. ആ വിവരം ഒരു വീട്ടിൽ ടെലിവിഷനുള്ള ഒരാൾക്ക് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം? അയാൾക്ക് റിമോട്ട് ഉപയോഗിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന പോലില്ല. നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്? വിവരമാണ്. ആ വിവരം അത് ആവശ്യമുള്ള ആൾക്ക് മാത്രം അയാൾക്ക് ഞെക്കി കാണാവുന്നൊരു സാധനമാണ്. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. അത് ഉച്ചക്കൊരു കടലാസ് വരികയാണ്, വൈകുന്നേരം നിർത്തണം എന്ന് പറഞ്ഞ് അതൊരു തത്വമായി സ്വീകരിച്ച് അത് അംഗീകരിക്കപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഗവൺമെൻറ്റിന് അവർക്ക് ഇഷ്ടമില്ലാത്ത ഏത് ഇൻഡസ്ട്രിയും ഏത് അവസരത്തിലും ഇല്ലാതാക്കാൻ പറ്റും, അല്ലേ?
അപ്പോൾ അതൊരു തത്വമായി വന്നാൽ നമ്മുടെ രാജ്യം തന്നെ ഒരർത്ഥത്തിൽ സ്തംഭിച്ചു പോകും. കാരണം സർക്കാരിൻ്റെ വിവിധ മന്ത്രാലയങ്ങളിലിരിക്കുന്ന ആളുകളുടെ ആഗ്രഹത്തിന് പുറത്താണ് ഈ രാജ്യം സഞ്ചരിക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് വരും. അതുകൊണ്ടാണ് പ്രൊപ്പോഷണാലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു തത്വമായിട്ട് നിയമത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മീഡിയ വണ്ണിൻ്റെ നിരോധനത്തിൽ ആദ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോഷണാലിറ്റിയാണ്. അതാണ് ഉപേന്ദ്ര ബക്ഷിയുടെ അതാണ് നമ്മൾ ഇതിൽ എടുത്തു കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ലേഖനം തന്നെ അതാണ്. അപ്പോൾ ഞാൻ ആ നിലക്ക് നിയമപരമായിട്ടുള്ള ധാരാളം വൈജ്ഞാനികമായ നിയമവ്യവഹാരത്തിൽ നിയമസാഹിത്യത്തിൽ തന്നെ അങ്ങേയറ്റം വിപുലന സാധ്യതയുള്ള ധാരാളം ഉള്ളടക്കങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വിധിയാണത്. മീഡിയ വൺ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് ആ കേസ് അറിയപ്പെടുക. ഇനിയുള്ള കാലത്ത് നിരവധിയായ കേസുകളിൽ ഇപ്പോൾ കേശവാനന്ദ ഭാരതി കേസുകളൊക്കെ റെഫർ ചെയ്യപ്പെടുന്ന ഒരു കേസായിരിക്കും. പക്ഷേ അങ്ങനെ അത് ഈ രാജ്യത്തിന് ലഭിച്ചിട്ടുള്ളൊരു സംഭാവനയാണ്. സുപ്രീം കോടതി നൽകിയിട്ടുള്ള വലിയൊരു സംഭാവനയാണ്. അതിന് നിമിത്തമായ സ്ഥാപനം, ആ ഒരു സംഭവത്തിന് സാക്ഷികളായ ആളുകൾ, അതിൻ്റെ വേദനകളിലൂടെ കടന്നുപോയ ആളുകൾ, അത് നേതൃത്വം കൊടുത്ത മനുഷ്യൻ എന്നൊക്കെയുള്ളതായിരിക്കും നമ്മൾ ആ നിലയ്ക്ക് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട മനുഷ്യരാണ് എന്ന് നമുക്ക് അഭിപ്രായം. തീർച്ചയായും. അതായത് വലിയൊരു പോരാട്ടം, മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടം നടത്തി. ആ പോരാട്ടം തങ്കലിപികളാൽ എഴുതിപ്പെട്ടിരിക്കുന്നു, ചരിത്ര വിധിയായിരിക്കുന്നു. അതുമാത്രമല്ല, പൗരസ്വാതന്ത്ര്യമടക്കമുള്ള വിഷയങ്ങളിൽ വലിയൊരു വ്യാപ്തിയിലുള്ള പല മാനങ്ങൾ കൂടി ആ ചരിത്രപരമായ വിധിക്കുണ്ട്. അതുമാത്രമല്ല, ഈ അവസരത്തിൽ ഇന്നുവരെ ഞങ്ങളുടെ കൂടെ ഒപ്പം നിന്ന, അകമൊഴിഞ്ഞ് പിന്തുണച്ച പ്രിയ പ്രേക്ഷകരെ കൂടി ഓർക്കുകയാണ്. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. അപ്പോൾ വിമർശിച്ചും അഭിപ്രായങ്ങൾ അറിയിച്ചുമൊക്കെ എല്ലാം ഇനിയും അങ്ങോട്ട് മുന്നോട്ട് കൂടെ ഉണ്ടാവുക. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നന്ദി.